കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിലെ റാം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. പലരുടെയും ഒരു പ്രധാനപ്പെട്ട ശീലമാണ് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റും അല്ലെങ്കിൽ റാം ക്ലിയർ ചെയ്യും. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് കാരണം നമ്മുടെ മെമ്മറി ഫുള്ളായി കിടക്കുമോ? അതൊക്കെ എപ്പോഴും സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഫോണുകൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ പല പ്രീ ലോഡഡ് അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. മെമ്മറി ക്ലിയർ ചെയ്യുകയും മെമ്മറി ബൂസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഫോൺ മാനുഫാക്ചറേഴ്സ് തന്നെ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻസ് തരുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ല, അത് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്ന് കരുതുന്നവരാണ് കുറേ ആൾക്കാർ. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ റാം? നമ്മളിങ്ങനെ റാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ഫോണിൽ എത്ര റാം വേണം? ഈ റാം ക്ലിയർ ചെയ്യല്ലാതെ മെമ്മറി ഫ്രീ ആക്കാൻ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോണത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് എന്താണ് റാം എന്നുള്ളത്. റാം എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. ഒരു ഫോണിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള മെമ്മറി ഉണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്, റാം വരുന്നുണ്ട്, SD കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനും പ്രൈസും സ്പീഡും അനുസരിച്ചിട്ടാണ് പല മെമ്മറീസും വരുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് കുറച്ചുകൂടി ചീപ്പ് മെമ്മറിയാണ്, അതുപോലെ കുറച്ച് സ്ലോ മെമ്മറിയാണ്. റാം നല്ല ഫാസ്റ്റ് മെമ്മറിയാണ്. ആക്ച്വലി നമ്മൾ റാം യൂസ് ചെയ്യുന്നത് ഓരോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റൺ ചെയ്യുന്നത് റാമിലാണ്. റാം ടെമ്പററി സ്റ്റോറേജ് പ്ലേസ് ആണ്. നമ്മളിപ്പം എന്തെങ്കിലും ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാമിലുള്ള മെമ്മറീസ് നമുക്ക് പെർമനൻ്റ്ലി സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻറ്റേർണൽ മെമ്മറിയും SD കാർഡൊന്നും അങ്ങനെയല്ല. അതിൽ ചെയ്യുന്ന മെമ്മറി ഫോൺ ഓഫ് ചെയ്താലും അവിടെ തന്നെ കിടക്കും. പക്ഷേ റാം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗെയിം ലോഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യാണ്, അപ്പം ഇങ്ങനെ ലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തുന്നത് റാമിലാണ്. റാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നത്. ആ ആപ്പിൻ്റെ യൂസേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റാമിലൊരു കുഞ്ഞ് ഭാഗമായിട്ടൊരു സ്റ്റോറേജ് ആയിട്ട് കിടക്കും അൺടിൽ നമ്മൾ ആ ഫോൺ ക്ലിയർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ മെമ്മറി വേറൊരു ആപ്ലിക്കേഷൻ വന്ന് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെയോ. അപ്പം നമ്മൾ റാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടെമ്പററി മെമ്മറി യൂണിറ്റ് മാത്രമാണ്. സോ റാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ ഒരു കൺഫ്യൂഷനാണ്, ഞാനൊരു ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ എത്ര റാം അല്ലെങ്കിൽ എത്ര മെമ്മറി ഉള്ള ഫോൺ എടുക്കണം എന്നുള്ളത്. നമ്മൾ ഏതൊരു ഫോണിൻ്റെ മോഡൽ എടുത്തിട്ടുണ്ടെങ്കിലും ഒരേ സ്പെസിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഫോൺസിന് തന്നെ പല റേറ്റ് ആണല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹോണർ എടുക്കുകയാണ്, അല്ലെങ്കിൽ സാംസങ് എടുക്കുകയാണ്, നോക്കിയ എടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്പെസിഫിക്കേഷൻസും സെയിം ആയിരിക്കും, പക്ഷേ ഇൻറ്റേർണലിൻ്റെയും റാമിൻ്റെയും ഇതിൻ്റെ വ്യത്യാസം, സ്റ്റോറേജിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് സെയിം മോഡൽ സെയിം ലെവലുള്ള സാധനത്തിന് പ്രൈസിൽ വേരിയേഷൻ വരും. ഇപ്പോൾ 2GB റാം, 4GB റാം, അപ് ടു 8GB റാം വരെയുള്ള ഫോൺസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ആൻഡ്രോയിഡ് ഗോ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ 1GB ഉള്ള ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോൺ സ്മൂത്തായിട്ട് റൺ ചെയ്യണം, അത്യാവശ്യം ആപ്ലിക്കേഷൻസ് ഒക്കെ പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2GB റാം വരെയുള്ള ഫോൺസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചുകൂടി ഒരു ബെറ്റർ പെർഫോമൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ 4GB റാമുള്ള ഇത് നോക്കുക. ഇനി നല്ല പവർഫുൾ ആയിട്ടുള്ള ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനേക്കാളും 4GBനേക്കാളും കൂടുതലുള്ളത് നോക്കുക. അപ്പം മിനിമം 2GB റാമെങ്കിലുള്ള ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ്രോയിഡ് ഗോ ഒക്കെ എൻട്രി ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കുറച്ചുകൂടി സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഫോണിന് സ്പീഡ് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിക്കും റാം ഫുള്ളാവുന്നത് കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഫ്രീ മെമ്മറി ഇസ് എ വേസ്റ്റഡ് മെമ്മറി എന്നാണ് തിയറി പറയുന്നത്. മെമ്മറി നമ്മൾ ഫ്രീ ആയി കിടക്കുമ്പോൾ, റാമിൽ ഫ്രീ ആയിട്ട് മെമ്മറി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണാലോ നമുക്ക് ഫ്രീ മെമ്മറി എന്ന് പറഞ്ഞിട്ട്, അത് കടന്നാൽ അത് ശരിക്കും വേസ്റ്റ് ചെയ്ത് പോകുന്ന മെമ്മറിയാണ്. ആക്ച്വലി നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് റാമിൽ കിടക്കും. നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ സാധനം ഉണ്ടാവും. നമ്മുടെ റാമിൽ ഏതെങ്കിലും ഫോമിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന് അധികം ടൈമോ അല്ലെങ്കിൽ അധികം പവർ ഒന്നും യൂസ് ചെയ്യാതെ ബാറ്ററി ലൈഫ് ഒന്നും പോവാണ്ട് തന്നെ പെട്ടെന്ന് അത് തിരിച്ച് റീലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോണിൽ ഇങ്ങനെ ഒരേ സമയം ഇങ്ങനെ 1 by 1 ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് വരികയാണെങ്കിലും റാം ഫുള്ളായാൽ ഫോൺ സ്ലോ ആകും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, എല്ലാം ഒറ്റയടിക്ക് പോക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്ത് വരാമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ആക്ച്വലി നമ്മുടെ മെമ്മറിയിൽ ഓരോ ആപ്ലിക്കേഷൻസ് വരുമ്പോഴും അതിൻ്റെ മെമ്മറി ഫുള്ളായി കിടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലോഡ് ആക്കാൻ വേണ്ടി ഇവർ ചെയ്യുക
പാർഷ്യലി മറ്റേ സാധനം ക്ലോസ് ചെയ്തിട്ട് പുതിയ ആപ്പ് ആ സ്ഥാനത്ത് വരിക എന്നുള്ളതാണ്. ഈ ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ച് നമ്മൾ മാനുവലി അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആൻഡ്രോയിഡ് നല്ല രീതിയിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തു വരുന്നുണ്ട്. സോ ഇത് നമ്മൾ വെറുതെ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ടാണ് നമ്മളത് ക്ലോസ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഫോണിൽ നമ്മളായിട്ട് റാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് റാം ഫുള്ളായിട്ട് മെമ്മറി മൊത്തം ഒക്യുപ്പൈ ആയിട്ടുണ്ടെങ്കിലും പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫോൺ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറിയിൽ സ്പേസ് ഉണ്ടാക്കി പുതിയ ആപ്പിനെ ലോഞ്ച് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അതിന് വെറുതെ റാം ക്ലിയർ ചെയ്യാനുള്ള പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ റാം ക്ലിയർ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, വളരെ റെയറായിട്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നില്ല, ഒന്നുകിൽ അത് ക്രാഷ്ഡ് ആണ്, അല്ലെങ്കിൽ ജാമാണ്, ലോഞ്ച് ആവുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഒരു ആപ്ലിക്കേഷൻ റാമിന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റീലോഞ്ച് ചെയ്യാം. അല്ലാത്ത സമയത്തൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മൾട്ടി ടാസ്കിങ് വിൻഡോ ആണില്ലേ, ആ മൾട്ടി ടാസ്കിങ് വ്യൂന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഫോണിൽ ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ആവുന്നില്ല, ഫോൺ ഭയങ്കര എക്സ്ട്രീം സ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്, മെമ്മറി ഫുള്ളായിട്ട് കാണിക്കുന്നത്, അങ്ങനത്തെ ഭയങ്കര ഒരു സ്ലോ മോഡൊക്കെ ആവുകയാണെങ്കിൽ ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ തന്നെ റാം ക്ലിയർ ആയിക്കോളും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി കൂടുതലായിട്ട് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റിങ്സ് പോയി മെമ്മറി എടുത്തിട്ടുണ്ടെങ്കിൽ കാണാം ഏറ്റവും കൂടുതൽ മെമ്മറി ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതാണെന്ന്. അത്തരം ആപ്ലിക്കേഷൻസിനെ നിങ്ങളുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ആപ്പ് റൺ ചെയ്യുമ്പോൾ ഫോൺ സ്ലോ ആവുകയോ അല്ലെങ്കിൽ മെമ്മറി ഫുൾ, സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാതിരിക്കുകയോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് കുറച്ചുകൂടി കുഞ്ഞ് സൈസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരിക്കും. അത്തരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളായിട്ട് ഒരു എഫേർട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആപ്പ് നമ്മൾ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകുന്നത്, പിന്നെ നമുക്ക് ആ ആപ്പ് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് റീലോഡ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ വെറുതെ മാനുവലി ക്ലോസ് ചെയ്യുന്നതിന് പകരം ആൻഡ്രോയിഡ് തന്നെ അതിൻ്റെ ഉള്ളിൽ, റാമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മെമ്മറി അവർ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഫോണിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക, അത് മാക്സിമം എൻജോയ് ചെയ്ത് യൂസ് ചെയ്യുക. ഫോണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇനി എന്തെങ്കിലും മെമ്മറി ബൂസ്റ്റേഴ്സോ അതുപോലെ തന്നെ മെമ്മറി ക്ലീനേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ടെക് മലയാളം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.